ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാവന സത്യങ്ങളെല്ലാം അറിഞ്ഞ ശേഷം അംബാലികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അംബാലികയെ കണ്ട ഉടനെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അംബാലികയോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന അംബാലിക അരിങ്ങുകയാണ്. അങ്ങനെ അംബാലികയോട് കുഞ്ഞെവിടെ എന്ന് ചോദിക്കും. എനിക്കെന്തിനാ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോവാനാണ് വന്നത് എന്ന് പറയാണ്. അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അംബാലിക പറയുമ്പോൾ, നിങ്ങളെങ്ങാനും എന്നെ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും അടുത്ത അടി നിങ്ങളുടെ കരണത്ത് വീഴുമെന്ന് പറയുമ്പോൾ അംബാലിക ഒന്ന് പേടിക്കുകയാണ് കേട്ടോ. ഇനിയും ഭാവന എന്നെ അടിക്കുമോ എന്നുള്ള പേടിയിൽ പിന്നെ മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ ഭാവന റൂമിൽ പോയി കുഞ്ഞിനെ എടുത്തോണ്ട് പോവുകയാണ്. എന്നിട്ട് അംബാലികയോട് പറയുകയാണ്, നിങ്ങൾ ഈ ചെയ്തു കൂട്ടിയതിനെല്ലാം തന്നെ നിങ്ങൾ അനുഭവിക്കാതെ നിങ്ങൾ എവിടെ പോവാനാണ്? നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്ന ഈ നാവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനൊക്കെ മാപ്പ് പറയേണ്ടി വരുമെന്നും പറഞ്ഞ് കുഞ്ഞുമായിട്ട് ഭാവന പോവുകയാണ്. പിന്നീട് ഭാമ അച്ഛന്റെ ഫോട്ടോയിലും നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗായത്രി അവിടേക്ക് വരികയാണ്. എന്താ മോളെ, എന്താണ് എനിക്കിപ്പോൾ പെട്ടെന്നൊരു ടെൻഷൻ പോലെ, എന്താണെന്ന് വെച്ചാൽ അമ്മയോട് പറ. ഒന്നുമില്ല അമ്മേ എന്ന് പറയണം. അപ്പോഴത്തേക്കും മായ വരികയാണ്. എന്നിട്ട് ഭാവന എവിടെ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല, ഞാൻ ഉണർന്ന് നോക്കുന്ന സമയത്ത് ചേച്ചി റൂമിലില്ലായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ മായ പറയണേ, എന്നോട് പറഞ്ഞിട്ടാണ് ഭാവന പോയതോ, എവിടേക്കോ അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഭാവന പോയത് എന്ന് പറയാണ്. അപ്പോൾ ഭാമ അങ്ങനെ ചിന്തിക്കുകയാണ്, അയ്യോ ചേച്ചി പോയത് അംബാലികയുടെ വീട്ടിലേക്കാവുമോ, ഇനിയിപ്പോൾ അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള പേടിയിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ സമയത്താണ് സൂര്യയും മാനസയും ജയനിർമ്മലയും കൂടി വരുന്നത്. അപ്പോൾ അവരെ കാണുന്ന സമയത്ത് ഗായത്രി അവരോട് സ്വീകരിച്ച് ഇരിക്കാൻ പറയുകയാണ്. അപ്പോൾ ആ ജയനിർമ്മല ചോദിക്കണം, അല്ല ഭാവന എവിടെയെന്ന് ചോദിക്കുമ്പോൾ, ഭാവന ആരെയോ കാണണം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയിരിക്കുകയാണ്, ആരാണെന്നൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് പറയട്ടോ. അപ്പോൾ ജയനിർമ്മലയും സൂര്യയും മാനസയും കൂടി ചോദിക്കുകയാണ്, അതല്ല ഞങ്ങളോട് ഇവിടേക്ക് വരണമെന്ന് ഭാവന വിളിച്ചു പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. എന്നിട്ട് ഭാവന അങ്ങ് പോയി, അങ്ങനെയൊന്നും ഭാവന ചെയ്യാറില്ലല്ലോ എന്ന് മാനസ പറയട്ടോ. അപ്പൊ സൂര്യ പറയണേ, എന്തു പറ്റി, എന്നോട് പോലും ഒന്നും പറഞ്ഞില്ലല്ലോ, എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, എവിടേക്കാണ് പോയത് എന്നൊന്നും അറിയില്ല എന്ന് പറയണ. ആ സമയത്തൊക്കെ ഭാമ ഇങ്ങനെ പരിഭ്രമത്തോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. എല്ലാവരും എല്ലാ സത്യവും അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഇപ്പോൾ ഉണ്ടാവുക എന്നുള്ള പേടിയിലാണ് ഭാമ നിൽക്കുന്നത്. ആ സമയത്താണ് ഭാവന കുഞ്ഞുമായിട്ട് അകത്തേക്ക് അങ്ങ് കയറി വരികയാണ് കേട്ടോ. എന്നിട്ട് ഭാമ എന്നങ്ങ് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭാവനയെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭാവനയുടെ കയ്യിൽ കുഞ്ഞിനെ കാണുന്ന സമയത്ത് ഭാമയ്ക്ക് ഒരുപാട് സന്തോഷവും ആശ്വാസവും ആവുകയാണ്. അങ്ങനെ ഭാവനയുടെ കയ്യിൽ നിന്നും ഗായത്രി കുഞ്ഞിനെ വാങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് നീ എവിടെ പോയതായിരുന്നു, നീ അംബാലികയുടെ വീട്ടിലേക്കാണോ പോയത്, അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുവരാനാണോ നീ പോയത് എന്ന് ഗായത്രി ചോദിക്കുകയാണ്. എന്നിട്ട് ഗായത്രി ചോദിക്കുകയാണ്, അല്ല എന്താ നിന്റെ മുഖം ഒരു സങ്കടമുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അംബാലികയെ ഒന്ന് പൊട്ടിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ, എന്തിനാ മോളെ, എന്തിനാ അവരെ അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അവരെ അടിക്കുകയല്ല വേണ്ടത്, അവരെ കൊല്ലുകയാണ് വേണ്ടത്, അവരുടെ സ്വഭാവത്തിനനുസരിച്ച് അവർക്ക് അതാണ് കൊടുക്കേണ്ടത് എന്ന് പറയാണ്. അപ്പോൾ ഗായത്രി, എന്താ മോളെ, എന്താണ് കാര്യം എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട്, എന്താ ഭാവന, എന്താ ഉണ്ടായത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ഭാവന എല്ലാ കാര്യവും അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. അംബാലിക നമ്മളെ എല്ലാവരെയും ചതിക്കുകയാണ് ചെയ്തത്, അതിന് ഭാമയെ കരുവാക്കുകയാണ് ചെയ്തത് എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഭാവന പറയുകയാണ്, ഭാമയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എൻ്റെയും സൂര്യയുടെയും കുഞ്ഞല്ല എന്ന് പറയുമ്പോൾ ജയനിർമ്മല ആകങ്ങ് ഞെട്ടി നിൽക്കണ്ടോ. എന്താ മോളെ, എന്താ നീ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അതെ ആൻറ്റി, അംബാലികയുടെ ചതി തന്നെയായിരുന്നു, ഭാമ ആദ്യമേ ഗർഭിണിയായിരുന്നു, ആ സമയത്ത് ഡോക്ടറുടെ അടുത്ത് ചെന്ന സമയത്താണ് ഈ സത്യം ഭാമ അറിയുന്നത് തന്നെ, പക്ഷേ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ അംബാലികയാണ് തീരുമാനിച്ചത്, അംബാലിക പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭാമയുടെ കുഞ്ഞിനെ തന്നെ ഇനി കാണാൻ കഴിയില്ല എന്നുള്ള ഭീഷണിയൊക്കെയാണ് അംബാലിക ഭാമയോട് പറഞ്ഞത് എന്ന് പറയട്ടോ. അപ്പോൾ ജയനിർമ്മല ഭാമയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയും, മോളെ എന്നാലും നീ ഞങ്ങളെ ഇങ്ങനെ ചതിക്കരുതായിരുന്നു എന്ന് പറയുമ്പോൾ, ഞാനല്ല ആൻറ്റിയെ ചതിച്ചത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആൻറ്റി എന്ന് ഭാമ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് കേട്ടോ. അങ്ങനെ ജയനിർമ്മലയ്ക്കാണെങ്കിലോ ഈ ഒരു വാർത്ത കേട്ടതോടുകൂടി വലിയൊരു ഷോക്ക് പോലെ ആവുകയാണ്. അങ്ങനെ ജയനിർമ്മല പെട്ടെന്ന് തന്നെ ബോധം കെട്ട് നിലത്തേക്ക് അങ്ങ് വീഴുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാവരും കൂടി ജയനിർമ്മല ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ വഴിയിൽ വെച്ച് അംബാലികയ്ക്ക് ബോധം തെളിയുന്ന സമയത്ത് നേരെ സ്വാമിജിയുടെ അടുത്തേക്കാണ് കേട്ടോ ജയനിർമ്മലയുമായിട്ട് പോകുന്നത്. എല്ലാവരും പേടിക്കുന്നത് ജയനിർമ്മലയുടെ പഴയ അസുഖം വീണ്ടും വന്നോ എന്നുള്ള പരിഭ്രമത്തോട് കൂടിയിട്ടാണ് സ്വാമിജിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ സ്വാമിജി ജയനിർമ്മലയെ പരിശോധിച്ച ശേഷം ഒരു കുഴപ്പവുമില്ല, അസുഖത്തിന്റെ കാരണം കൊണ്ടൊന്നുമല്ല ജയനിർമ്മല ബോധം കെട്ട് വീണത്, ഇത് കുഞ്ഞിനെ കിട്ടും എന്ന് അതിയായ ആഗ്രഹം ജയനിർമ്മലയുടെ മനസ്സിലുണ്ട്,
ഉണ്ടായിരുന്നു. പെട്ടെന്ന് കുഞ്ഞില്ല എന്ന് കേൾക്കുന്ന ആ ഒരു വാർത്ത ജയനിർമ്മലയുടെ മനസ്സിന് താങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ബോധം കെട്ട് വീണത് എന്നൊക്കെ വിശദമായിട്ട് തന്നെ സ്വാമിജി അവരോട് പറയുകയാണ്. അല്ലാതെ നിങ്ങൾ പേടിക്കുന്ന പോലത്തെ ഒരു അസുഖവുമില്ല, കുറച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞ് സ്വാമിജി അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് അംബാലിക അനിരുദ്ധനെ വിളിച്ചു വരുത്തുകയാണ് കേട്ടോ. എന്നിട്ട് അനിരുദ്ധനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നെ ഭാവന വന്ന് എൻ്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചിട്ടാണ് അവൾ പോയത്. ഞാൻ മാത്രമല്ലല്ലോ തെറ്റുകാരി. ഇതിലിപ്പോൾ ഭാമ കൂടി അറിഞ്ഞുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചത്. എന്നിട്ടിപ്പോൾ ഭാമ എല്ലാ സത്യവും അവളോട് അങ്ങ് പറഞ്ഞിരിക്കുന്നു. ഞാൻ വിചാരിച്ചത് അവൾ ഒരിക്കലും സത്യം പറയുകയില്ല എന്നാണ് ഞാൻ കരുതിയത്. ഭാവനയ്ക്ക് കുഞ്ഞുണ്ടാവില്ല എന്ന് അറിഞ്ഞതിൽ ഭാമയ്ക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയെങ്കിലും ചേച്ചിക്കൊരു കുഞ്ഞാവുമെന്ന് അവൾ കരുതും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഏട്ടാ, നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ലല്ലോ. ഭാവനയ്ക്കെതിരെ എന്ത് നമ്മൾ ചെയ്യാൻ ഒരുങ്ങിയാലും അതെല്ലാം തോറ്റു തൊപ്പിയിടുകയാണല്ലോ എന്ന് പറയാണ്. അവൾ പറയുന്നത് പോലെ അവളുടെ അച്ഛൻ അവളുടെ കൂടെ ഉണ്ടെന്നുള്ളത് സത്യം തന്നെ ആയിരിക്കും. എന്താ നീ പറയുന്നത് എന്ന് അനിരുദ്ധൻ പറയട്ടോ. അതെന്താ ഏട്ടനെന്താ പേടിയായിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ പേടിയായിട്ടൊന്നുമല്ല, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, അതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് അനിരുദ്ധൻ പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ അംബാലികക്ക് മനസ്സിലാവുന്നു ഭാവനയുടെ അച്ഛൻ അവളുടെ കൂടെ ഉണ്ട് എന്ന് കേട്ടപ്പോൾ അനിരുദ്ധൻ അത് പേടിയായിട്ടുണ്ട് എന്ന് മനസ്സിലാവുക കേട്ടോ. എന്തായാലും അബി ഇനി അറിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന് അംബാലിക ചോദിക്കുമ്പോൾ അനിരുദ്ധൻ പറയണേ, നീ ഉറച്ച ഒരു തീരുമാനത്തിൽ തന്നെ നിൽക്കണം. ഭാവനയ്ക്ക് കുഞ്ഞുണ്ടാവില്ല എന്ന് കേട്ടപ്പോൾ ഭാമയാണ് ഇങ്ങനെ ഒരു തീരുമാനം ആദ്യം പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നീ നിന്റെ ഭാഗം ന്യായീകരിച്ച് നിന്നാൽ മതി, അതാണ് ഇനി വഴിയുള്ളൂ എന്നൊക്കെ അനിരുദ്ധൻ അംബാലികക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് ഭാവനയെ കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേച്ചിയുടെ അവസ്ഥ ഇനി എന്താവും എന്നുള്ള പേടിയിൽ ജയനിർമ്മല ഇനി എന്താവും തീരുമാനിക്കുക എന്നുള്ള പേടിയിൽ ആലോചിച്ചിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഭാമ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് ഗായത്രി അവിടേക്ക് വരികയാണ്. അങ്ങനെ ഗായത്രി ഭാമയെ സമാധാനപ്പെടുത്താണ്ട് മോൾക്ക് വലിയ മനസ്സാണ്, അതുകൊണ്ടാണ് മോൾ ഇപ്പോൾ ഈ സത്യം പറഞ്ഞത് തന്നെ. മോളുടെ മനസ്സ് ദൈവം കാണാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭാമയെ ഗായത്രി ചേർത്ത് പിടിക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് സേതുവും മായയും കൂടി വരുന്നത്. എന്നിട്ട് സേതുവും മായയും പറയാണ്, അംബാലിക ചെയ്ത ഈ ചതിക്ക് അവർക്ക് നല്ല മറുപടി കൊടുക്കണം, അതിനുള്ള വഴിയാണ് ഇനി നോക്കേണ്ടത്. എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ക്ഷമ കിട്ടുന്നില്ല, അവിടെ പോയിട്ട് രണ്ട് പൊട്ടിക്കാനാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ ഗായത്രി പറയാണ്, നീ എടുത്തു ചാടിയിട്ട് ഒന്നും ചെയ്യേണ്ട സേതു, അവരെ ഒരിക്കലും നന്നാക്കാനൊന്നും നോക്കണ്ട, അവർ ഒരിക്കലും നന്നാവാനും പോകുന്നില്ല. അംബാലികയുടെ സ്വഭാവം ഒരിക്കലും മാറില്ല എന്നുള്ളത് പല തവണയായി നമുക്ക് ഇപ്പോൾ അനുഭവപ്പെട്ടു. അതുകൊണ്ട് മോൾ ഇനി ഒരു കാര്യം ചെയ്യ്, അംബാലികയുടെ വീട്ടിൽ പോയി താമസിക്കേണ്ട, അങ്ങനെ നന്നാവാൻ ഇഷ്ടപ്പെടാത്ത സ്ത്രീയുടെ വീട്ടിൽ പോയി മോൾ ഇനി ജീവിതം വെറുതെ പാഴാക്കണ്ട, മോൾ ഇനി അംബാലികയുടെ വീട്ടിലേക്ക് പോവേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് ഗായത്രി ഭാമയോട് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഭാമയ്ക്ക് വിഷമാവണം. അതിന് അബിക്ക് സ്വന്തം അമ്മയല്ലാതിരിക്കില്ലല്ലോ, എത്ര വൃത്തികെട്ട സ്ത്രീയാണെങ്കിലും അവർ അമ്മയല്ലേ, അതുകൊണ്ട് എനിക്ക് അബി പറയുന്നത് പോലെയല്ലേ അമ്മയെ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഗായത്രി പറയണം, അതിന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അബി പിന്നെ നിന്നെ അവിടേക്ക് വിടുകയില്ല, പിന്നെ അബിയാവും അംബാലികയോട് ആദ്യം ചോദിക്കാൻ ചെല്ലുന്നത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇനി അംബാലിക ചെയ്ത ഈ ചതി പ്രതാപനൊക്കെ അറിയാൻ പോവുകയാണ്. പിന്നീട് സൂര്യപ്രഭയിൽ നിന്നും ഭാവനയും സൂര്യയും ജയനിർമ്മലയും മാനസൊക്കെ വീട്ടിലെത്തുകയാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും നല്ല സങ്കടത്തോട് കൂടിയിട്ടാണ് വന്ന് കയറുന്നത്. അങ്ങനെ സൂര്യ ആകെ വിഷമിച്ചിരിക്കുന്നത് കാണുന്ന സമയത്ത് അത് ഭാവനയ്ക്ക് വല്ലാതെ വിഷമാവുക കേട്ടോ. അപ്പോൾ ഭാവന പറയാണ്, സൂര്യ ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞാൽ നീ അത് അനുസരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താണെന്ന് വെച്ച കാര്യം പറ എന്ന് സൂര്യ പറയുമ്പോൾ ഞാൻ പറയുന്നത് കേട്ട് സൂര്യ ദേഷ്യപ്പെടരുത്, ഈ വീടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആന്റിയുടെ അവസ്ഥ കൂടി സൂര്യ ഒന്ന് ആലോചിക്കണം, ആന്റി ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അതുകൊണ്ട് സൂര്യ മറ്റൊരു വിവാഹം കഴിക്കണം, അതാണ് ഏറ്റവും നല്ലത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി സൂര്യക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അങ്ങനെ സൂര്യ ദേഷ്യത്തോടു കൂടി ഭാവനയുടെ നേരെ അങ്ങ് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ഇങ്ങനെ ഒരു അവസ്ഥ എനിക്കാണ് വന്നതെങ്കിൽ നീ എന്നെ ഉപേക്ഷിച്ചു പോകുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഭാവനയ്ക്ക് ഉത്തരം മുട്ടുകയാണ്. അങ്ങനെ സൂര്യ പറയണ, ഇനി മേലിൽ നീ ഇത് പറയാൻ പാടില്ല, ഈ വീട്ടിലുള്ളവർ ആരും തന്നെ ഈ ഒരു വാക്ക് ഇനി കേൾക്കാനും പാടില്ല, അമ്മയുടെ ചെവിയിലെങ്ങാനും എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കാനാവും അമ്മയ്ക്ക് ഇനി അടുത്ത തീരുമാനം ഉണ്ടാവും, അങ്ങനെ ഒരു തീരുമാനം ഈ വീട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്നെ കാണാൻ കഴിയില്ല, പിന്നെ ഈ സൂര്യ ജീവനോടെ ഉണ്ടാവില്ല എന്നങ്ങ് പറയണം. അത് കേട്ടതോടുകൂടി ഭാവന അങ്ങ് സങ്കടപ്പെടുകയാണ്. ഈ ഭൂമിയിൽ കുട്ടികളില്ലാതെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുകയില്ലേ, അതുപോലെ കുട്ടികളില്ല എന്ന് കരുതിയിട്ട് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ഉപേക്ഷിച്ചു പോവുകയാണോ ചെയ്യാറുള്ളത് എന്നുള്ള കാര്യമൊക്കെ സൂര്യ ചോദിക്കുമ്പോൾ ഭാവനയ്ക്ക് ഉത്തരം മുട്ടുകയാണ്.